എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓജോ ബോർഡിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്താണ് ഓജോ ബോർഡ്, ഇതിന് ശാസ്ത്രം നൽകുന്ന വിശദീകരണം എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓജോ ബോർഡ് നമ്മുടെ കേരളത്തിൽ ഫേമസ് ആകുന്നത് 2004 ഇറങ്ങിയ അപരിചിതൻ എന്ന് പറയുന്ന ഒരു സിനിമയോട് കൂടിയാണ്. അതിൽ കാണിക്കുന്നുണ്ട് ഓജോ ബോർഡ് വെച്ച് അവർ ചെയ്യുന്നതായിട്ട്. അങ്ങനെയാണ് ഓജോ ബോർഡ് നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആവുന്നത്. സത്യത്തിൽ ഓജോ ബോർഡ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ, ഹാസ്ബ്രോ എന്ന് പറയുന്ന ഒരു കമ്പനി പേറ്റന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗെയിമിംഗ് ബോർഡാണ് ഓജോ ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഏണിയം പമ്പൊക്കെ കളിക്കുന്ന ബോർഡില്ലേ, അതുപോലത്തെ ഒരു ബോർഡ് ആ കമ്പനി ഇറക്കിയ ബോർഡാണ് ഓജോ ബോർഡ്. ഇത് പലർക്കും പുതിയൊരു അറിവായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ഓജ എന്നുള്ളത് ഒരു കോമൺ ഒരു ജനറിക് നെയിമല്ല ആ ബോർഡിൻ്റെത്. ഓജ എന്നുള്ളത് ഹാസ്ബ്രോ എന്ന് പറയുന്ന കമ്പനി ഇറക്കിയ ആ പർട്ടിക്കുലർ ബോർഡിന് മാത്രം അവരിട്ട് കൊടുത്തൊരു പേരാണ് ഓജ എന്നുള്ളത്. പിന്നെ എങ്ങനെയൊക്കെയോ അതൊരു കോമൺ നെയിം പോലെ ആയതാണ്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഏതൊരു ബോർഡ് കണ്ടാലും നമ്മൾ ഓജോ ബോർഡ് എന്ന് പറയും. ഇപ്പോൾ പശുവും പാൽ ഇറക്കുന്ന ഒരുപാട് കമ്പനിയുണ്ട്, മിൽമ, നമ്പീശൻ, നന്ദിനി എന്ന് പറഞ്ഞ്. പക്ഷേ എല്ലാ പാലും നമ്മൾ മിൽമ എന്ന് വിളിക്കും, ഒരിക്കലുമില്ല. ഓജോ ബോർഡിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഓജ എന്ന് പറയുന്നത് ആ കമ്പനി ഇറക്കിയ ആ സ്പെസിഫിക് ബോർഡിന്റെ പേര് മാത്രമാണ് ആക്ച്വലി. ഈ ബോർഡിന്റെ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ, പലരും പറയുന്നത് ഇതുപയോഗിച്ച് നമുക്ക് ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. 19ാം നൂറ്റാണ്ടിലാണ് ഓജോ ബോർഡ് കണ്ടുപിടിച്ചത്. അന്ന് ഇത് ഉപയോഗിച്ചിരുന്നത് ഈ പാർട്ടിക്കൊക്കെ ഒരു രസത്തിന് വേണ്ടി ഗെയിം കളിക്കാനായിരുന്നു. 20ാം നൂറ്റാണ്ടായതോടുകൂടി ഒരു എക്സോർസിസ്റ്റ്, ഒരു പ്രേതത്തെ ഒഴിപ്പിക്കുന്ന ആള് സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്, ഇതുപയോഗിച്ച് എനിക്ക് പ്രേതങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെയാണ് ഓജോ ബോർഡ് എന്നുള്ള കാര്യം പ്രേതങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് ലോകം മൊത്തം അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് ഓജോ ബോർഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് പ്രേതങ്ങളുമായിട്ട് അഥവാ ആത്മാക്കളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ബോർഡ് എന്നാണ്. ഈ ഒരു ബോർഡിന്റെ ഘടന നോക്കുവാണെങ്കിൽ, A തൊട്ട് Z വരെയുള്ള ആൽഫബറ്റ്സ് ഉണ്ട്, 0 തൊട്ട് 9 വരെയുള്ള അക്കങ്ങളുണ്ട്, കൂടാതെ എസ് ഓർ നോ എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഈ ബോർഡിൻ്റെ ഒപ്പം ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് പോലത്തെ ഒരു സാധനം അവൈലബിൾ ആണ്. ഈ കാർഡ്ബോർഡ് പീസിൽ ഒരു 4-5 പേർ ചേർന്ന് വിരൽ വെച്ചിട്ട് ആത്മാക്കളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ കാർഡ്ബോർഡ് പീസ് നമ്മുടെ കൈ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി അക്ഷരങ്ങളിലേക്ക്, ആൽഫബറ്റ്സിലേക്ക് നീങ്ങി ഉത്തരം തരുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ഇനി ഇതിന്റെ ശാസ്ത്രീയ വിശദീകരണം നമുക്ക് നോക്കാം. ശാസ്ത്രം ഈ ഒരു പ്രതിഭാസത്തെ വിശേഷിപ്പിക്കുന്നത് ഇഡിയോ മോട്ടർ എഫക്റ്റ് എന്നാണ്. ഇതെന്താ സംഭവം നോക്കുവാണെങ്കിൽ, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കൊണ്ട് നടത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തും. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് അത് മനസ്സിലാകത്തില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ കൊണ്ട് അതിന് പ്രേരിപ്പിക്കുന്നതെന്ന്. ഈ ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ ഒരുപാട് തവണ അനുഭവിച്ചിട്ടുള്ളതാണ്. നിങ്ങളും ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകും. എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പോവാണ്. നീ എവിടെയാടാ എന്നായിരിക്കും ഞാൻ അയക്കാൻ പോകുന്നത്. ചാറ്റ് സ്ക്രീൻ എടുത്ത് വെച്ചു. പെട്ടെന്നാണ് ഞാൻ മമ്മൂട്ടിയുടെ ഒരു സിനിമയെ പറ്റി ഓർമ്മ വരുന്നത്. ഞാനവിടെ ചാറ്റിൽ ടൈപ്പ് ചെയ്യുന്നത് മമ്മൂട്ടി എന്നായിരിക്കും. നീ എവിടെയാടാ എന്ന് ചോദിക്കാമെന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് മമ്മൂട്ടി എന്നായിരിക്കും. അപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട്, നമ്മുടെ കയ്യിലെ മസിൽസിനെ കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യിപ്പിച്ചു. ഇതിനെയാണ് ഇഡിയോ മോട്ടർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മളെ വിരൽ കൈവച്ച് നമ്മൾ നീങ്ങണം 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 എന്ന് പറഞ്ഞായിരിക്കും ഇരിക്കുന്നത് ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഈ ഒരു സംഭവമാണ് അവിടെ വർക്കൗട്ട് ആകുന്നത്. ഈ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെലിപ്പതിക് എഫക്റ്റ് ആണ്. അതായത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ വേറൊരാളുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. അതായത് നമ്മളൊരു കാര്യത്തെപ്പറ്റി ഒരുപാട് നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു വലിയ കാര്യത്തെപ്പറ്റി. നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരനോട് അതിനെപ്പറ്റി പറയാൻ തുടങ്ങുകയാണ്. നമ്മൾ തുടങ്ങുമ്പോഴേക്കും അവൻ പറയും, എടാ ഞാനും ഇത് ഇപ്പോൾ ചിന്തിച്ചേ ഉള്ളത്. നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ടും. നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂട്ടുകാരനോട് പറയുമ്പോൾ അവൻ പറയും, അവനിപ്പോൾ ചിന്തിച്ചേ ഉള്ളത്. അതായത് നമ്മുടെ മനസ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രെയിൻ വേവ്സിന് വേറൊരാളുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് പറ്റും. അതിനാണ് ടെലിപ്പതിക് റെസ്പോൺസ്, ടെലിപ്പതി എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ടെലിപ്പതിക് റെസ്പോൺസ് ഏറ്റവും നല്ലവണ്ണം വർക്കൗട്ട് ആകുന്നത് ഒരു വീക്ക് ബ്രെയിൻ വേവ്സ് ഉള്ള ആളും ഒരു സ്ട്രോങ് ബ്രെയിൻ വേവ്സ് ഉള്ള ആളും തമ്മിലായിരിക്കും. അതായത് സ്ട്രോങ് ബ്രെയിൻ വേവ് ഉള്ള ആൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആ വീക്ക് ബ്രെയിൻ വേവ് ഉള്ള ആളുടെ മനസ്സിൽ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യിക്കാൻ പറ്റും. അതായത് ഒരു 5 പേര് ചേർന്നായിരിക്കും ഈ ഓജോ ബോർഡ് നടത്തുന്നത്. അപ്പോൾ അവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് നീങ്ങണം 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 എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ബാക്കി 4 പേരെക്കാൾ ഈ പറഞ്ഞ ഒരു സംഭവം കുറവായിരിക്കും, ഒരു വീക്ക് മെന്റാലിറ്റി ആയിരിക്കും ഉള്ളത്. അപ്പോൾ ബാക്കി 4 പേരുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ 5ാമൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. അപ്പോൾ അവൻ അറിയാണ്ട് തന്നെ അവൻ്റെ കൈ നീങ്ങും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം വർക്കൗട്ട് ആകും, ഇഡിയോ മോട്ടർ എഫക്റ്റ്. അപ്പോൾ ഇത്രയും ഒരു സ്ട്രോങ് ചിന്തയാണ് അവൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അവൻ്റെ സ്വന്തം ചിന്തയും ബാക്കി 4 പേരുടെ ചിന്തയും അവൻ്റെ മനസ്സിലേക്ക് എത്തി. അപ്പോൾ അവൻ അറിയാണ്ട് തന്നെ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അവൻ്റെ കയ്യിലേക്ക്, അവൻ്റെ കയ്യിലെ മസിൽസിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. അങ്ങനെയാണ് ഈ ഒരു കോയിൻ അല്ലെങ്കിൽ ഈ ഒരു കാർഡ്ബോർഡ് നീക്കിക്കൊണ്ട് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, അപരിചിതൻ എന്ന് പറയുന്ന സിനിമയെ കാണിക്കുന്നത് കൈ തൊടാതെ തനിയെ കോയിൻ നീങ്ങുന്നതായിട്ടാണ്. ഒരിക്കലും അങ്ങനെയല്ല, നമ്മുടെ കൈ വെച്ചിട്ട് നമ്മുടെ കൈ വലിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് വർക്കൗട്ട് ആവുന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ്, ഇഡിയോ മോട്ടർ എഫക്റ്റിലൂടെയാണ്.
പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു ടെലിപ്പതി എഫക്റ്റിലൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയം എന്തെന്നാൽ ഈ ടെലിപ്പതി എന്ന് പറയുന്നത് വെറും ഉടായിപ്പല്ലേ, ഞാൻ പറയുന്നത് വെറും കള്ളമല്ലേ എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. ടെലിപ്പതി ആക്ച്വലി പോസിബിൾ ആണ്. കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ടിവിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ കോമഡി നൈറ്റ്സിൽ ഒരു കൊച്ചു പയ്യൻ വന്നായിരുന്നു. ഒരു ഓട്ടിസം ബാധിച്ച പയ്യനാണ്. ആ പയ്യൻ അവൻ്റെ അമ്മ മനസ്സ് ചിന്തിക്കുന്ന കാര്യങ്ങൾ ടാബിൽ ടൈപ്പ് ചെയ്യും. ആ പരിപാടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരു അത്ഭുത ബാലനാണത്. അപ്പോൾ അതാണ് പറയുന്നത്, ഓട്ടിസം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അവർക്ക് കൂടുതൽ കാണും. അതാണ് ഓട്ടിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പയ്യന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ടെലിപ്പതി എന്ന് പറയുന്ന ഒരു കഴിവാണ് ആ കുട്ടിക്ക് ലഭിച്ചത്. അപ്പോൾ ടെലിപ്പതി ഈസ് ആക്ച്വലി പോസിബിൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതാണ് ഓജോ ബോർഡിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ എക്സോർസിസ്റ്റുകൾ ഇത് സമ്മതിക്കത്തില്ല. എക്സോർസിസ്റ്റുകൾ പറയുന്നത് ഈ വീക്ക് മെന്റാലിറ്റിയുള്ള ആളെ പ്രേതത്തിന് പിടികൂടാൻ, അവൻ്റെ മനസ്സിനെ കീഴടക്കാൻ ഏറ്റവും എളുപ്പമാണ്, അതുകൊണ്ടാണ് അവൻ മുൻകൈ എടുക്കുന്നത് എന്നൊക്കെയാണ്. ഒരു കാര്യവുമില്ല. കഴിഞ്ഞിടയ്ക്ക് നാഷണൽ ജോഗ്രഫി ചാനൽ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായി. അതായത് ഓജോ ബോർഡ് വിശ്വസിക്കുന്ന 5 പേരെ ചേർത്തിട്ട് അവരോട് ഇത് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണ് കെട്ടിയിട്ട് ഈ ഓജോ ബോർഡ് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും പ്രേതത്തിന് ഇവരുടെ കണ്ണിൽ കൂടെ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവരെ കൊണ്ട് കോയിൻ എങ്ങോട്ടെങ്കിലും നീക്കിപ്പിച്ചാൽ മതിയല്ലോ. പക്ഷേ കണ്ണ് കെട്ടി ചെയ്തപ്പോൾ ഇത് വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അവർ ആ ഒരു സാധനം നീക്കിയത്, ആ ഒരു കാർഡ്ബോർഡ് നീക്കിയത് ബോർഡിൻ്റെ ഏതൊക്കെ വശത്തേക്കാണ്, ആൽഫബറ്റ്സിലേക്ക് പോലും അത് പോയില്ല, റാൻഡമായിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയാണ് ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ആക്ച്വലി ഒരു ഫേക്കാണ്. ഇതെന്ന് പറയുന്നത് ഉഡായിപ്പാണ്. ഓജോ ബോർഡ് എന്ന് പറയുന്നത് ഒരു ഉഡായിപ്പ് സംഭവമാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഓജോ ബോർഡിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ 2004 അപരിചിതൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതോടുകൂടി കോളേജ് ഹോസ്റ്റലുകളിൽ കുട്ടികൾ ഈ ഓജോ ബോർഡ് ട്രൈ ചെയ്ത് നോക്കാൻ ആരംഭിച്ചു. രാത്രി കാലങ്ങളിൽ ഭൂരിഭാഗം, അതായത് 90% പെൺകുട്ടികളായിരുന്നു ഇത് ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങിയത്. അങ്ങനെ പലർക്കും ഇത് ചെയ്ത് മാനസിക വിഭ്രാന്തി, അതുപോലെ ഡിപ്രഷൻ, അതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആരോഗ്യമാസിക പോലുള്ള മാഗസിൻസിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ട്രൈ ഇറ്റ് ഓർ നോട്ട്, അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനൊരിക്കലും ഇത് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ ഒന്നും പറയത്തില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ വേറൊരു പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഓജോ ബോർഡ് വർക്കിംഗ് ആണെന്ന് വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെയൊന്നും ഞാൻ ആക്ഷേപിക്കുന്നോ പുച്ഛിക്കുന്നോ അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം. ഞാൻ പറയുന്നത് ശരി എന്നതിൻ്റെ അർത്ഥം മറ്റുള്ളവർ പറയുന്നത് തെറ്റാണെന്നല്ല. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളാണ്, നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുതകളാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഓജോ ബോർഡ് എന്ന് പറയുന്നത് വെറും ഉഡായിപ്പ് ആണെന്നാണ്. പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല, അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ടായിരിക്കും. ഞാൻ ഈ ലോകത്ത് മണ്ടന്മാരെന്ന് വിളിക്കുന്ന ഒറ്റ കൂട്ടരേ ഉള്ളൂ. അതായത് ഇന്നും ഭൂമി പരന്നതാണെന്നും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. ഫ്ലാറ്റ് എർത്ത് തിയറി എന്നൊക്കെ പറഞ്ഞ്, ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് അവരെ മണ്ടന്മാരെന്ന് വിളിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അവരെ ഒഴിച്ചു നിർത്തിയാൽ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളുണ്ട്. എല്ലാ വിശ്വാസങ്ങളെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക, എല്ലാ വിശ്വാസങ്ങളെയും നമ്മൾ മാനിക്കാൻ പഠിക്കുക. നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, പക്ഷേ അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്തുകൊണ്ടാകരുത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മേനോൻ സൈനിങ് ഔട്ട്.